ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണ പ്രവർത്തികൾ വൈകുന്നു. ഷട്ടറുകൾ സ്ഥാപിക്കാൻ വൈകിയാൽ കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിലാണ് കർഷകരും പ്രദേശവാസികളും. 3 മാസം മുമ്പാണ് നവീകരണ പ്രവർത്തികൾ തുടങ്ങിയത്. 32 ഷട്ടറുകളും പൊളിച്ചു നീക്കിയാണ് പ്രവർത്തികൾ ആരംഭിച്ചത്. കാലവർഷം പിൻവാങ്ങി വെള്ളം കുറയുന്നതിന് മുമ്പായി പുതിയ ഷട്ടറുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കനാലിലേക്ക് കയറുമെന്ന ഭീഷണിയുണ്ട്. ഉപ്പുവെള്ളം കയറുന്നതോടെ പ്രദേശത്തെ കൃഷി നശിക്കുകയും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യും. എളവള്ളി ജലനിധി കുടിവെള്ള പദ്ധതിയടക്കം പ്രതിസന്ധിയിലാവുന്ന സാഹചര്യം വരും. നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷട്ടറുകൾ സ്ഥാപിക്കൽ, ഷട്ടർ തുറക്കാനുള്ള മോട്ടോറുകൾ ഘടിപ്പിക്കൽ എന്നിവ പൂർത്തിയാവേണ്ടതുണ്ട്. മഴ കുറഞ്ഞ ശേഷമേ പ്രവർത്തികൾ ആരംഭിക്കാനാവൂ എന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു. റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും വെള്ളം തടകെട്ടി നിർത്തി ഷട്ടർ സ്ഥാപിക്കാനുള്ള കോൺക്രീറ്റിംഗ് നടത്തേണ്ടതുണ്ട്. പഴയ ഷട്ടർ സ്ഥാപിച്ചതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും വേണം. ഈ പ്രവർത്തികളെല്ലാം വെള്ളം കുറയുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ കഴിയൂ. 2.67 കോടി രൂപ ചെലവിലാണ് റെഗുലേറ്റർ നവീകരണ പദ്ധതി നടപ്പാക്കുന്നത്. കാലം തെറ്റി ആരംഭിച്ച പദ്ധതി നാടിനെ ദുരിതം വിതയ്ക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകരും നാട്ടുകാരും. കാലവർഷം തുടങ്ങുന്നതിന് മുന്നേ ബണ്ട് പൊളിക്കുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു.